ഹായ് എവരിവൺ, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ജാനുവരി 2025 നടക്കാൻ പോകുന്ന സെറ്റ് സുവോളജി എക്സാമിന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോയാണിത്. ടോസ് അക്കാഡമിയിൽ പുതിയ സെറ്റ് ബാച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 7510155485. സോ ആദ്യം നമുക്ക് സെറ്റ് സുവോളജിയുടെ സിലബസ് ഒരു ഔട്ട്ലൈൻ നോക്കാം. ആദ്യമായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും സിലബസ് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം. ടോട്ടൽ 6 യൂണിറ്റ് ഉണ്ട്. ഓരോ യൂണിറ്റ് നോക്കുക. ടാക്സോണമി, ആനിമൽ ഡൈവേഴ്സിറ്റി ആൻഡ് അപ്ലൈഡ്. ഓരോ യൂണിറ്റും ഡിഫറെന്റ് മൊഡ്യൂൾസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. യൂണിറ്റ് 2 എവല്യൂഷൻ, എക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് എത്തോളജി. തേർഡ് യൂണിറ്റ് ഫിസിയോളജി, ഇമ്മ്യൂണോളജി ആൻഡ് ഡെവലപ്മെന്റൽ ബയോളജി. ഫോർത്ത് യൂണിറ്റ് ബയോകെമിസ്ട്രി, ബയോഫിസിക്സ് ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. Fifth unit genetics, biotechnology and microbiology, and finally the last unit, ആറാമത്തെ യൂണിറ്റിലെ cell biology, molecular biology and bioinformatics. So total paper to zoology യിൽ വരുന്ന 120 ചോദ്യങ്ങളാണ്. നമുക്കറിയാം ചോദ്യങ്ങളിൽ നെഗറ്റീവ് മാർക്സ് ഒന്നും തന്നെ ഇല്ല. പിന്നെ 120 ചോദ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ടോപ്പിക്സിൽ നിന്ന് എല്ലാ മൊഡ്യൂൾസിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷെ ചില മൊഡ്യൂൾസിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരും, ചിലതിൽ നിന്ന് കുറവായിരിക്കും, 1-2 ചോദ്യങ്ങളായിരിക്കും വരുന്നത്. സോ നമുക്ക് ആദ്യം ഈ തവണത്തെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഓരോ ഭാഗത്തിൽ നിന്നും എത്രയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് അത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ജൂലൈ 2024 സെറ്റ് സുവോളജി എക്സാമിന്റെ മാർക്ക് ബേസ്ഡ് ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ഗ്രാഫിൽ ഈ ജൂലൈ 2024 നടന്ന സെറ്റ് എക്സാമിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ടോപ്പിക്സും ഓരോ യൂണിറ്റിലെ എല്ലാ മൊഡ്യൂൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതില് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന ഭാഗം നോക്കുക. ആനിമൽ ഡൈവേഴ്സിറ്റി, അതേപോലെ തന്നെ ഫിസിയോളജി, ബയോകെമിസ്ട്രി, ജെനറ്റിക്സ്, സൈറ്റോളജി. 10ൽ കൂടുതൽ ചോദ്യങ്ങൾ തന്നെ ആ ടോപ്പിക്സിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ 50 മാർക്കോളം നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ തവണ ആനിമൽ ഡൈവേഴ്സിറ്റിന്ന് ചോദ്യം കൂടുതലാണ്. പക്ഷെ പൊതുവെ ആനിമൽ ഡൈവേഴ്സിറ്റിന്ന് ഇത്രയും ചോദ്യങ്ങൾ വരാറില്ല. പക്ഷെ ഈ തവണ ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളും ആയിരുന്നു. അതേപോലെ തന്നെ ഫിസിയോളജി, ബയോകെമിസ്ട്രി, ജെനറ്റിക്സ്, സൈറ്റോളജി സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഈ ഭാഗങ്ങളിൽ നിന്ന് എപ്പോഴും 10-അടുപ്പിച്ച് ചോദ്യങ്ങൾ തന്നെ വരാറുണ്ട്. അതേപോലെ തന്നെ ചോദ്യങ്ങൾ കുറവായിട്ടുള്ള ഏരിയാസ് നോക്കുക. അപ്ലൈഡ്, എത്തോളജി, ഡെവലപ്മെന്റൽ ബയോളജി, ബയോസ്റ്റാറ്റ്, ബയോഇൻഫർമാറ്റിക്സ് ചോദ്യങ്ങൾ കുറവാണ്. നോർമലി ഡെവലപ്മെന്റൽ ബയോളജിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളതാണ്. പക്ഷെ ഇത്തവണ ചോദ്യങ്ങൾ കുറവായിട്ടുണ്ട്. ഇതാണ് ഈ ജൂലൈ 2024 നടന്ന സെറ്റ് സുവോളജി എക്സാമിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ഓർക്കുക, നമുക്ക് ഇത്രയും സിലബസ് ഉണ്ടെങ്കിലും അതിൽ ചില ഭാഗങ്ങളുണ്ട്, അത് നമ്മൾ നന്നായിട്ട് ഫോക്കസ് കൊടുത്ത് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മാർക്സ് ആ ഭാഗത്ത് നിന്ന് തന്നെ മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ജൂലൈ 2024 നടന്ന എക്സാമിന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിത് പറയുന്നത് മറ്റൊന്നിനുമല്ല, എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം കാണിക്കുന്നത്. ഒരു 3 ചോദ്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. വളരെ റീസെന്റ് ആയിട്ട് നടന്ന, അധികം പഴക്കമില്ലാത്ത വളരെ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർക്കറിയാം പല ചോദ്യങ്ങളും റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ ചോദ്യം റിപ്പീറ്റ് ചെയ്തിട്ടില്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ആ ഒരു ഭാഗത്ത് നിന്ന് എപ്പോഴും പല രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ മിനിമം നമ്മളൊരു 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും മിനിമം പഠിക്കുവാണെങ്കിൽ നമുക്ക് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം ടാച്ചിക്കാർഡിയ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ഇമ്മ്യൂണോളജിയിൽ വരുന്നൊരു ഭാഗമാണ് മെച്ചുറേഷൻ ഓഫ് ടി ലിംഫോസൈറ്റ്സ്, അതും ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ ഇവിടെ നോക്കുക, ഓപ്ഷൻസ് നോക്കുക, വാണ്ടർബർഗ് എഫക്ട്, ബ്രൂസ് എഫക്ട് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ലേറ്റസ്റ്റ് ഇതിന് മുന്നേ ഉള്ള 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ പഠിച്ചവർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം ഇതിന് മുന്നേ ഉള്ള 2 ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടായിരുന്നു. അപ്പൊ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും നമുക്ക് കൂടുതൽ മാർക്സ് അങ്ങനെ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. മൊഡ്യൂൾ 2 ആനിമൽ ഡൈവേഴ്സിറ്റി എന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ബൈറേഡിയൽ സിമെട്രീസ് എക്സിബിറ്റഡ് ബൈ, then identify group coming under subkingdom Parasova, then in flatworms like planaria excretion is performed by. ഇതൊക്കെ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. എക്സ്ക്രീഷൻ മാത്രമല്ല, നമുക്ക് റെസ്പിറേഷനും ചോദിക്കും. ഓരോ ഫൈലത്തിന്റെയും എക്സ്ക്രീഷൻ, റെസ്പിറേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ മറ്റൊന്ന് ഫൈലമുള്ള സ്കെയില് റാഡുല ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഒരു 4 ചോദ്യം കാണിച്ചിട്ടുണ്ട്.
ഈ ഒരു രീതിയിൽ തന്നെയാണ് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ നിന്ന് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 3 വരുന്ന മൊഡ്യൂൾ ഫിസിയോളജി. ഫിസിയോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പൊ ന്യൂട്രീഷനിൽ പഠിക്കുമ്പോൾ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സും അതിന്റെ എൻസൈംസും ആണ് കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. റെസ്പിറേഷൻ ഉണ്ട്, ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ, അതിൽ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇമ്പോർട്ടന്റ്. ദെൻ ബോർ എഫക്ട്, ക്ലോറൈഡ് ഷിഫ്റ്റ്, സർക്കുലേഷനിൽ ഹാർട്ടിന്റെ സ്ട്രക്ചർ, ECG, കണ്ടക്ടിങ് സിസ്റ്റം ഒക്കെ ചോദിക്കാറുണ്ട്. എക്സ്ക്രീഷൻ, അൾട്രാ സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ, മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷൻ, മസിൽ ഫിസിയോളജിയിൽ ഫിസിയോളജി ഓഫ് മസിൽ കോൺട്രാക്ഷൻ, ന്യൂറോഫിസിയോളജി, ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ്, സിനാപ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ വരാറുണ്ട്. എൻഡോക്രൈനോളജി എപ്പോഴും ഹോർമോൺ റിലേറ്റഡ് ചോദ്യങ്ങളായിരിക്കും വരുന്നത്. സെൻസ് ഓർഗൻസ്. ദെൻ റിപ്രൊഡക്റ്റീവ് ഫിസിയോളജിയിലും ഹോർമോണൽ കൺട്രോൾ ഓഫ് റീപ്രൊഡക്ഷൻ ആണ് വരാറുള്ളത് ചോദ്യങ്ങൾ. ഇതാണ് ഫിസിയോളജിയിൽ വരുന്ന സിലബസിൽ വരുന്ന ഭാഗങ്ങൾ. ഫിസിയോളജിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഭാഗമാണ് ഫിസിയോളജി. ഈ തവണ ഫിസിയോളജിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. കുറച്ച് എൻസൈംസും ആ എൻസൈംസ് ഏത് ഭാഗത്തു നിന്നാണ് ഫോം ചെയ്യുന്നത്, ലൈക് പെപ്സിൻ, കൈമോട്രിപ്സിൻ, അതേപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, സ്റ്റമക്, കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോ ഇതേപോലെ തന്നെ ഫിസിയോളജിയിൽ നിന്ന് ചോദിക്കുന്ന ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് റിലേറ്റഡ് ചോദ്യങ്ങൾ വരാറുണ്ട്, ഹാർട്ടിന്റെ സ്ട്രക്ചർ റിലേറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്, ദെൻ മസിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്, നെർവ് ഇമ്പൾസ് റിലേറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ. അപ്പൊ ഈ തവണയെല്ലാം ന്യൂറോ ട്രാൻസ്മിറ്റഡ് റിലേറ്റഡ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഫിസിയോളജിയിൽ നല്ല രീതിയിൽ ചോദ്യങ്ങൾ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ്. നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു യൂണിറ്റ് ആണ് ഫിസിയോളജി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 4. അതിൽ വരുന്നത് ബയോകെമിസ്ട്രി, ബയോഫിസിക്സ് ആൻഡ് ബയോസ്റ്റാറ്റിറ്റിക്സ്. ഈ ഒരു യൂണിറ്റിൽ എപ്പോഴും നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട ഒരു ഭാഗം ബയോകെമിസ്ട്രി തന്നെയാണ്. ബയോകെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, വൈറ്റമിൻസ് ആൻഡ് എൻസൈംസ്. ഇത് 5 ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരമായിട്ട് ഈ 5 ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കാറുണ്ട്. ബയോകെമിസ്ട്രിയിൽ നിന്ന് എപ്പോഴും 10ൽ കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളിൽ പെടുന്നതാണ് ബയോകെമിസ്ട്രി. പിന്നീടുള്ളത് ബയോഫിസിക്സ് ആണ്. ബയോഫിസിക്സിൽ മൈക്രോസ്കോപ്പ് റിലേറ്റഡ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ അതിന് തന്നെ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്, ഫ്ലൂറസൻ മൈക്രോസ്കോപ്പ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ സെം ആൻഡ് ടെം മൈക്രോസ്കോപ്പ്. ക്രൊമാറ്റോഗ്രഫിയിൽ തന്നെ HPLC ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ദെൻ ഇലക്ട്രോഫോറസിസ് ഉണ്ട്, അതിൽ SDS പേജുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ദെൻ ഈ ഒരു യൂണിറ്റിൽ വരുന്നത് ബയോസ്റ്റാറ്റിറ്റിക്സ് ആണ്. കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് വരാറില്ല, പക്ഷെ എന്നാലും ബയോസ്റ്റാറ്റിറ്റിൽ നിന്ന് എപ്പോഴും പ്രോബ്ലം റിലേറ്റഡ് ചോദ്യങ്ങൾ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ മീൻ, മീഡിയൻ ആൻഡ് മോഡ്, അതാണ് എപ്പോഴും വരാറുള്ളത്. പക്ഷെ ഇത്തവണ പ്രോബ്ലം റിലേറ്റഡ് ചോദ്യം വന്നിട്ടില്ല. എന്നാലും നമുക്ക് വരും വർഷങ്ങളിൽ പ്രതീക്ഷിക്കാം പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം തന്നെയാണ് ബയോസ്റ്റാറ്റ്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, നോർമൽ, ബൈനോമിയൽ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, കോറിലേഷൻ, റിഗ്രഷൻ, കൈ സ്ക്വയർ, ഇതെല്ലാമാണ് മറ്റ് ടോപ്പിക്സ്. ഇതിൽ നിന്നെല്ലാം കൂടുതലായിട്ട് വരുന്നത് തിയററ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. യൂണിറ്റ് 5 ജെനറ്റിക്സ്, ബയോടെക്നോളജി. ഇതിൽ ജെനറ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അവിടെ അല്ലീലിക് ആൻഡ് നോൺ അല്ലീലിക് ഇന്ററാക്ഷൻസ്, അതിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യം വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ എപ്പിസ്റ്റാറ്റിക്സ് പോലെയുള്ള ടോപ്പിക്സ് ചോദ്യം വരാറുണ്ട്. ഈ തവണ ജെനറ്റിക്സിൽ നിന്ന് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം റിലേറ്റഡ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ക്രോമസോമൽ അബറേഷൻസ്, സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ്, ലയോൺ ഹൈപ്പോത്തിസിസ്, ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളാണ്. പിന്നെ മറ്റൊന്ന് ബയോടെക്നോളജി. ബയോടെക്നോളജിയിൽ നിന്ന് പ്ലാസ്മിഡ് റിലേറ്റഡ് ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ മോളിക്കുലാർ മാർക്കേഴ്സ്, RFLP, RAPD റിലേറ്റഡ് ചോദ്യം വരാറുണ്ട്. DNA ഫിംഗർ പ്രിന്റിംഗ്, DNA സീക്വൻസിംഗ് മെത്തേഡ്സ്, PCR, റെസ്ട്രിക്ഷൻ എൻസൈം, ലിഗേസ്, ബ്ലോട്ടിംഗ് ടെക്നിക്സ് ലൈക് സദേൺ ബ്ലോട്ടിംഗ്, അങ്ങനെയുള്ള ഭാഗങ്ങളാണ് ബയോടെക്നോളജിയിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത്. സെൽ ബയോളജി, മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ്, ഇതിൽ തന്നെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജിയിലാണ്. സെൽ ബയോളജിയിലാണ് സെൽ സ്ട്രക്ചർ, സെൽ ഓർഗനൽസ്, അതിൽ തന്നെ റൈബോസോം ഇമ്പോർട്ടന്റ് ആണ്. ഇത്തവണ റൈബോസോം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് റൈബോസോം ബേസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ. ദെൻ പ്ലാസ്മ മെംബ്രെയിൻ മോഡിഫിക്കേഷൻ, സൈറ്റോസ്കെൽട്ടൻ, സെൽ സൈക്കിൾ, സെൽ സിഗ്നലിംഗ്, സെക്കൻഡ് മെസ്സഞ്ചേഴ്സ്. ഈ തവണ സെൽ സൈക്കിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ സൈക്ലിൻ CDKs റിലേറ്റ് ചെയ്തിട്ട് ഒരു ഭാഗമാണ്. അപ്പൊ അത് പൊതുവെ അധികം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത തവണ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വീണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ മോളിക്കുലാർ ബയോളജി,
മറ്റൊരു ഇമ്പോർട്ടന്റ് ഭാഗമാണ്. അതിൽ തന്നെ റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ റിലേറ്റഡ് ചോദ്യമാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. കൂടുതൽ അതിന്റെ എന്തൊക്കെയാണ് റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട സബ്സ്ട്രേറ്റ്സ്, അതിന്റെ എൻസൈംസും കാര്യങ്ങളൊക്കെയാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്.